പി എസ് സിയുടെ സ്വന്തം ഫ്രേസൽ വെർബ്സ്. നമുക്കറിയാം, പി എസ് സി പരീക്ഷകളിലും മറ്റ് മത്സര പരീക്ഷകളിലും സ്ഥിരമായി ഫ്രേസൽ വെർബ് എന്ന ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമെങ്കിലും ചോദിക്കാറുണ്ട്. അത്തരത്തിൽ ആവർത്തിക്കപ്പെട്ട ഏതാണ്ട് 100ഓളം ഫ്രേസൽ വെർബുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ഷോർ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ എന്താണ് ഫ്രേസൽ വെർബ് എന്ന് നോക്കാം. എ ഫ്രേസൽ വെർബ് ഈസ് എ വെർബ് കമ്പൈൻഡ് വിത്ത് എ പാർട്ടിക്കിൾ. ഒരു വെർബ് ഒരു പാർട്ടിക്കിളുമായി കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് ഫ്രേസൽ വെർബ്. പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതൊരു ആഡ്വേർബോ അതുമല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷനോ ആവാം. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ വെർബ് പ്ലസ് ആഡ്വേർബ് ഓർ എ പ്രിപ്പോസിഷൻ. ആദ്യം തന്നെ ആഡ്വേർബ് എന്താണെന്ന് നോക്കാം. ആഡ്വേർബ്സ് ദാറ്റ് മോഡിഫൈസ് വെർബ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്. വെർബിനെയോ അഡ്ജക്റ്റീവ്സിനെയോ ആഡ്വേർബിനെ തന്നെയോ മോഡിഫൈ ചെയ്യുന്ന ഒന്നാണ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദ ഗേൾ റൺസ് ക്വിക്ക്ലി. അവിടെ റൺ എന്ന് പറഞ്ഞ വെർബിനെ മോഡിഫൈ ചെയ്യാൻ ക്വിക്ക്ലി എന്ന് പറയുന്ന ആഡ്വേർബ് ഉപയോഗിച്ചു. അടുത്ത ഒരു സെൻറ്റൻസിൽ ദ ബേർഡ് ഈസ് വെരി സ്മോൾ. അവിടെ വെരി എന്ന് പറയുന്ന ആഡ്വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഡ്ജക്റ്റീവ് ആയിട്ടുള്ള സ്മോളിനെ മോഡിഫൈ ചെയ്യാനാണ് വെരി എന്ന് പറയുന്ന ആഡ്വേർബ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി പ്രിപ്പോസിഷൻ. എ വേർഡ് ദാറ്റ് ഷോസ് റിലേഷൻഷിപ്പ് ഓർ ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് യൂസ്ഡ് ടു ലിങ്ക് നൗൺ ഓർ പ്രൊനൗൺ വിത്ത് അതർ വേർഡ്സ് ഇൻ ദ സെൻറ്റൻസ്. റിലേഷൻഷിപ്പ് കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അതുമല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലെ നൗണിനെയും പ്രോനൗണിനെയും ആ സെൻറ്റൻസിലെ തന്നെ മറ്റ് വാക്കുകളുമായി കണക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന വേർഡ്സിനെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇൻ, ഓൺ, അറ്റ്, ഓഫ്, ഫോർ, വിത്ത് ഇവയെല്ലാം പ്രിപ്പോസിഷൻസ് ആണ്. രണ്ട് സെൻറ്റൻസിൽ നമ്മൾ പ്രിപ്പോസിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നോക്കാം. ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഗോസ്റ്റ്സ്. ഷീ ഈസ് ഗോയിങ് വിത്ത് ഹർ ബ്രദർ ടു കോളേജ്. അപ്പോൾ അവിടെ ആ സെൻറ്റൻസിലെ നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ ആ സെൻറ്റൻസിൽ തന്നെ മറ്റ് വേർഡ്സുമായി ലിങ്ക് ചെയ്യാനാണ് നമ്മൾ ഓഫ് അല്ലെങ്കിൽ ഗോയിങ് അല്ലെങ്കിൽ ടു എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻസൊക്കെ ഉപയോഗിച്ചത്. The meaning of the verb will be changed according to the particle. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു verb പ്ലസ് പാർട്ടിക്കിൾ, അതായത് verb പ്ലസ് ആഡ്വേർബ് ഓർ എ പ്രിപ്പോസിഷൻ, അതാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിളിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് വേർബിൻ്റെ മീനിങ്ങിലും മാറ്റങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഇത് ബ്രേക്ക് പ്ലസ് ഡൗൺ. ഇവിടെ ബ്രേക്ക് എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ ഡൗൺ എന്ന് പറയുന്ന ഒരു ആഡ്വേർബ് ചേർന്നു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തായി? സ്റ്റോപ്പ് വർക്കിംഗ് എന്നായി. നോർമലി ബ്രേക്ക് എന്ന വേർബിൻ്റെ മീനിങ് പൊട്ടിക്കുക, തകർക്കുക എന്നൊക്കെയാണ്. അതിൻ്റെ കൂടെ ആഡ്വേർബായിട്ടുള്ള ഡൗൺ ചേർന്നപ്പോൾ അതിൻ്റെ ആ ഒരു വേർബിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ട് അത് സ്റ്റോപ്പ് വർക്കിംഗ് എന്നായി മാറി. അപ്പോൾ അവിടെ വേർബിൻ്റെ മീനിങ്ങിൽ ചേഞ്ച് വന്നു എന്നാണ് പറയുന്നത്. അടുത്തൊരു സെൻറ്റൻസും കൂടി നോക്കാം. പുട്ട് പ്ലസ് ഓൺ എന്ന ഒരു ഫ്രേസൽ വെർബ് തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് വിയർ. ഇവിടെ പുട്ട് എന്ന് പറയുമ്പോൾ ആ വേർബിൻ്റെ മീനിങ് ഇടുക എന്ന അർത്ഥമാണ്. അതിൻ്റെ കൂടെ പ്രിപ്പോസിഷനായിട്ടുള്ള ഓൺ ചേർന്നപ്പോൾ പുട്ട് ഓൺ, അതിൻ്റെ മീനിങ് എന്തായി മാറി? വിയർ, ധരിക്കുക എന്നായി മാറി. അപ്പോൾ അവിടെ ആ വേർബിൻ്റെ മീനിങ് അതിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ ആഡ് ആയപ്പോൾ അതൊരു ഫ്രേസൽ വേർബായി മാറിയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ട്
മറ്റൊരു അർത്ഥമായിട്ട് മാറി. ദ കോമ്പിനേഷൻ ക്രിയേറ്റ്സ് എ ഡിഫറെൻറ്റ് മീനിങ് ഫ്രം ദ ഒറിജിനൽ വേർബ്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ആ ഒരു വേർബും ആഡ്വേർബും അല്ലെങ്കിൽ വേർബും പ്രിപ്പോസിഷനും കൂടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ ഒറിജിനൽ വേർബ് മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്, പുതിയൊരു മീനിങ് ആണ് വരുന്നത്. ഫ്രേസൽ വേർബ്സ് 2 ടൈപ്സ്. ഫ്രേസൽ വേർബുകൾ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബും മറ്റൊന്ന് ഇൻട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബും. ആദ്യം തന്നെ ട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബ് എന്താണെന്ന് നോക്കാം. ദിസ് ഫ്രേസൽ വേർബ്സ് നീഡ്സ് ആൻ ഒബ്ജക്റ്റ് ടു ബി യൂസ്ഡ്. ട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബുകൾ ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ ഒരു ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടും വേണം. എക്സാമ്പിൾ, ഐ മെയ്ഡ് അപ്പ് ആൻ എക്സ്ക്യൂസ്. ഇവിടെ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെയ്ഡ് അപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വേർബ് നിൽക്കുന്നത്. അപ്പോൾ ട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബിന് ഒരു ഒബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. അടുത്തതായിട്ട് ഇൻട്രാൻസിറ്റീവ് വേർബ്. ദിസ് ഫ്രേസൽ വേർബ് ഡോണ്ട് നീഡ് ആൻ ഒബ്ജക്റ്റ് വെൻ യൂസ്ഡ് ഇൻ എ സെൻറ്റൻസ്. ട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇൻട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബ്. കാരണം ട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബ് ഒരു ഒബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ നിലനിൽക്കൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല ഇൻട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബുകൾക്ക് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ. എക്സാമ്പിൾ, ഐ വൈൻഡ് അപ്പ്. അപ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റും ഇല്ല. വൈൻഡ് അപ്പ് എന്നുള്ളത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട്, ഒരു ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെയാണ് നിൽക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, പുട്ട് എന്ന് പറയുന്ന വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസൽ വേർബുകൾ ഏതൊക്കെയാണെന്ന്. സ്ഥിരമായി PSC പരീക്ഷകളിൽ ആവർത്തിക്കപ്പെടാറുള്ളതാണ് പുട്ട് എന്ന വേർബിൽ ആരംഭിക്കുന്ന ഫ്രേസൽ വേർബുകൾ. പുട്ട് ഇൻ മീനിങ് സബ്മിറ്റ്, അപ്ലൈ ഫോർ അല്ലെങ്കിൽ ഇൻസേർട്ട്, സമർപ്പിക്കുക എന്നാണ് അർത്ഥം. അടുത്തത് പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ്, കെടുത്തുക, അണയ്ക്കുക എന്നർത്ഥം. പുട്ട് അപ്പ്, ബിൽഡ്, കൺസ്ട്രക്റ്റ്, നിർമ്മിക്കുക എന്നാണ് അർത്ഥം. പുട്ട് ഡൗൺ, സപ്രസ്, അടിച്ചമർത്തുക. പുട്ട് ഓൺ, വിയർ, ധരിക്കുക. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, നീട്ടിവെക്കുക, മാറ്റിവെക്കുക. പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. പുട്ട് ബൈ, സേവ്, സംരക്ഷിക്കുക. പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്, സഹിക്കുക. പുട്ട് ഫോർത്ത്, റെക്കമെൻഡ്, ശുപാർശ ചെയ്യുക. പുട്ട് ഫോർവേഡ്, ടു സജസ്റ്റ്, എന്തെങ്കിലും ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക. പുട്ട് ആൻ എൻഡ് ടു, സ്റ്റോപ്പ്, നിർത്തുക. പുട്ട് ബാക്ക്, ടു റിട്ടേൺ, തിരിച്ചു വരിക. പുട്ട് എവേ, സ്റ്റോർ അല്ലെങ്കിൽ സേവ്, സംഭരിക്കുക. പുട്ട് അസൈഡ്, ഇഗ്നോർ, ഒഴിവാക്കുക. അപ്പോൾ ഏതാണ്ട് 15ഓളം പുട്ട് എന്ന് പറയുന്ന വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസൽ വേർബുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി കോൾ എന്ന് പറയുന്ന വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസൽ വേർബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോൾ ഓൺ, വിസിറ്റ് എ പേഴ്സൺ, സന്ദർശിക്കുക. കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ്, സന്ദർശിക്കുക. അപ്പോൾ കോൾ ഓൺ എന്ന് പറയുമ്പോഴും കോൾ അറ്റ് എന്ന് പറയുമ്പോഴും മീനിങ് സന്ദർശിക്കുക എന്നാണ്. പക്ഷേ ഒരു ആളെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൾ ഓൺ എന്നും, ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ നമ്മൾ വിസിറ്റ് എ പ്ലേസ്, കോൾ അറ്റ് എന്നുമാണ് പറയുന്നത്. കോൾ ഫോർ, ഡിമാൻഡ്, ആവശ്യപ്പെടുക. കോൾ അപ്പോൺ, ഇൻവൈറ്റ്, ക്ഷണിക്കുക. കോൾ ഓഫ്, ക്യാൻസൽ അല്ലെങ്കിൽ സ്റ്റോപ്പ്, റദ്ദ് ചെയ്യുക. കോൾ ഓവർ, റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ്, ഒരു ലിസ്റ്റിലുള്ള പേരുകൾ വായിക്കുന്നതിനെയാണ് കോൾ ഓവർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഗെറ്റ് എന്ന വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസൽ വേർബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗെറ്റ് അപ്പ്, റൈസ്, എഴുന്നേൽക്കുക. ഗെറ്റ് ഓവർ അല്ലെങ്കിൽ ഗെറ്റ് അക്രോസ്, ഓവർകം, തരണം ചെയ്യുക. ഗെറ്റ് അവേ, എസ്കേപ്പ്, രക്ഷപ്പെടുക. ഗെറ്റ് ഓൺ,
കണ്ടിന്യൂ അല്ലെങ്കിൽ പ്രോഗ്രസ് തുടരുക. ഗെറ്റ് ബാക്ക് റിട്ടേൺ തിരിച്ചുവിടുക. ഗെറ്റ് ത്രൂ വിത്ത് ഫിനിഷ് അല്ലെങ്കിൽ ഡീൽ വിത്ത് എ ഡിഫിക്കൽട്ട് ഇഷ്യൂ പൂർത്തിയാക്കുക. ഒരു ബുദ്ധിമുട്ടേറിയ കാര്യത്തിന് ഡീൽ ചെയ്യുക. അടുത്തതായിട്ട് ടേക്ക് എന്ന വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസൽ വേർബ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടേക്ക് ആഫ്റ്റർ റിസംബിൾ സാദൃശ്യം. ടേക്ക് അപ്പ് ഒക്യുപ്പൈ കൈക്കലാക്കുക. ടേക്ക് ഇൻ ഡിസീവ് ചതിക്കുക. ടേക്ക് ഓൺ ടു അണ്ടർടേക്ക് കൈയടക്കുക. ടേക്ക് ഓവർ ടേക്ക് ചാർജ് ഏറ്റെടുക്കുക. ടേക്ക് ടു ബിക്കം അഡിക്റ്റഡ് ടു അടിമയാക്കുക. ടേക്ക് ഓഫ് ഡിപ്പാർട്ട് പുറപ്പെടുക. ടേക്ക് ഡൗൺ റൈറ്റ് ഡൗൺ എഴുതുക. ടേക്ക് കെയർ ലുക്ക് ആഫ്റ്റർ നോക്കുക. അടുത്തതായി സെറ്റ് എന്ന വേർബിൽ ആരംഭിക്കുന്ന ഫ്രേസൽ വേർബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെറ്റ് ഔട്ട് സ്റ്റാർട്ട് എ ജേർണി യാത്ര ആരംഭിക്കുക. സെറ്റ് ഓഫ് സ്റ്റാർട്ട് എ ജേർണി യാത്ര പുറപ്പെടുക. സെറ്റ് അപ്പ് എസ്റ്റാബ്ലിഷ് സ്ഥാപിക്കുക. സെറ്റ് ഇൻ ടു സ്റ്റാർട്ട് തുടങ്ങുക. സെറ്റ് ബാക്ക് ഡിലേ കാലതാമസം. അടുത്തതായി കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസൽ വേർബുകൾ നോക്കാം. ഗിവ് അപ്പ് അബാൻഡൻ. ഗിവ് ഇൻ സറണ്ടർ. ഗിവ് എവേ ഗിവ് സംതിങ് ഫ്രീ. റൺ ത്രൂ ടു യൂസ്. റൺ ആഫ്റ്റർ ചേസ്. റൺ ഇൻ ടു മീറ്റ് ബൈ ചാൻസ്. കീപ്പ് ഓൺ continue. Come across find or meet accidentally. Drop out quit a class. Figure out find the answer. Let off allow to go. Make out to understand. Hang out spend a lot of time in a place. Beef up make something better and bigger. Chip in add something. Count on depend അല്ലെങ്കിൽ trust. Dish out distribute അല്ലെങ്കിൽ serve. Toy with to consider a plan. Sort out deal with an issue successfully. Take off scold. Turn down reject. Turn up found by chance. Wind up conclude. Calm down relax. Blow up explode. Bring up raise up. Do over repeat a job. Fill out complete a form. Hold up delay. Look up search in a list. Get rid of eliminate. Use up use completely. Turn on switch on the electricity. Go over review. Look into investigate. Break into interrupt a conversation. Keep up with maintain pace with. Look forward to anticipate with pleasure. Passed away die. Take care of be responsible for. Speak up talk more loudly. Come after follow. Hang on wait a moment. Wake up arouse from sleep. Keep away avoid. Wend off leave. Look around search. Fed up be frustrated. Get out escape. Come in enter. Back up move backward. Hold back stop. Look down contempt. Feel down depressed. Break up end a relationship. Cut off remove. Go after follow. Go through
read or check. Go off, explode, go on, continue. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫ്രേസൽ വേർബുകൾ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.